ഹബീബായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവന്റെ എല്ലാമാണ്. വാപ്പ നമ്മളെ മറന്നാലും, ഉമ്മ നമ്മളെ മറന്നാലും, മക്കള് നമ്മളെ മറന്നാലും നമ്മളെ മറക്കാത്ത ഒരു നേതാവുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവുണ്ട്. കാരണം ഹബീബായ തങ്ങൾ ലോകത്തിന് മുഴുവനും സാക്ഷിയാണ്. ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ. മറ്റു പ്രഭാഷണങ്ങളിൽ അതെല്ലാം വിശദീകരിച്ചിട്ടുള്ളത് കൊണ്ട് ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഹബീബായ നബി തങ്ങൾ നമ്മെ നോക്കുന്നുണ്ട്. നമ്മൾ നല്ല കാര്യം ചെയ്യുമ്പോൾ തങ്ങൾക്ക് സന്തോഷമുണ്ട്, നമ്മൾ തെറ്റു ചെയ്താൽ തങ്ങൾക്ക് വേദനയുണ്ട്. അങ്ങനെയുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനേക്കാൾ സ്നേഹിച്ചിട്ട് ആ തങ്ങളെ ഒരു തവണയെങ്കിലും കാണണ്ടേ സഹോദരന്മാരെ? അറിയുമോ സഹോദരന്മാരെ, എല്ലാ മഹാന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരാണ്. എല്ലാ മഹാന്മാരായ ഇമാമിയങ്ങളും ഹബീബായ തങ്ങളെ കണ്ടവരാണ്. ഒന്നാലോചിച്ചു നോക്കൂ, പകല് മുഴുവനും മുത്തുനബി തങ്ങളുടെ ദീനിന് സേവനം, രാത്രി ഒന്ന് കിടന്നുറങ്ങുമ്പോൾ ആ ഹബീബായ നബി തങ്ങളുടെ ചിരിക്കുന്ന മുഖമൊന്ന് കാണാൻ കഴിഞ്ഞാൽ അതുപോലെ വലിയ ഭാഗ്യമുണ്ടോ? എന്റെ നല്ല ചെറുപ്പക്കാരാ, സിനിമ കണ്ട് കണ്ണുകേട് വരുത്തിയിട്ട് മുത്തുനബി തങ്ങളെ കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തല്ലേ മോനെ. സീരിയൽ കണ്ട് കൽബ് കേട് വരുത്തിയിട്ട് റസൂലുള്ളാഹിനെ കാണാനുള്ള അവസരം കളയല്ലേ മോനെ. എന്റെ ചെറുപ്പക്കാരികളായ സഹോദരിമാരെ, സോഷ്യൽ മീഡിയയിലൂടെയാണെങ്കിലും ടെലിവിഷനിലൂടെയാണെങ്കിലും സിനിമ കണ്ടും സീരിയൽ കണ്ടും കൽബും കണ്ണും കേടുവരുത്തിയിട്ട് റസൂലുള്ളാഹിനെ കാണാനുള്ള അവസരം നഷ്ടപ്പെടുത്തല്ലേ. നമ്മളുടെ വ്യക്തി ജീവിതം മോശമായാൽ ഹബീബായ തങ്ങൾ നമ്മളെ കാണൂല. നമ്മളുടെ സ്വകാര്യ ജീവിതം വൃത്തികേടായാൽ ഹബീബായ തങ്ങൾക്ക് നമ്മളോട് ഇഷ്ടം വരൂല. കണ്ടില്ലേ, ഇമാം ബുഖാരി തങ്ങൾ കിടന്നുറങ്ങുകയാണ്. ആരാണ് ഇമാം ബുഖാരി തങ്ങൾ? ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമാക്കിയ മഹാനാണ്. വാപ്പ വലിയ സമ്പന്നനായിരുന്നു. ആ സമ്പന്നനായ വാപ്പക്ക് വേണമെങ്കിൽ മകനെ കച്ചവടത്തിന് വിടാമായിരുന്നു, അല്ലെങ്കിൽ ആ സമ്പത്ത് ഉപയോഗിച്ച് ഉമ്മയ്ക്ക് മകനെ കച്ചവടത്തിന് വിടാമായിരുന്നു. പക്ഷേ ആ സമ്പത്ത്